بسم الله الرحمن الرحيم والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون. ആദരണീയരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ പരിമിതവും ദുർബലവുമായ ജീവിതം ചിട്ടപ്പെടുത്തണം, ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമളാൻ നമ്മിൽ നിന്നും വിട പറയുകയാണ്. മിക്കവാറും ഈ വെള്ളിയാഴ്ചയോടുകൂടെ റമളാനിലെ ഈ വർഷത്തെ വെള്ളിയാഴ്ച അവസാനിച്ചേക്കാം. നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ റമളാനെ എത്രമാത്രം ഉപയോഗപ്പെടുത്തിയോ എന്ന ആത്മപരിശോധനയുടെ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നോമ്പ് കൊണ്ട്, റമളാൻ കൊണ്ട് നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞു, അള്ളാഹുമായുള്ള അടുപ്പം എത്രത്തോളം ശക്തമാക്കാൻ കഴിഞ്ഞു, വിശുദ്ധ ഖുർആനുമായുള്ള ഇടപെടൽ, ഖുർആനെ കുറിച്ചുള്ള തിരിച്ചറിവ് എത്രത്തോളം നമുക്ക് കരഗതമാക്കാനായി, ഇത്യാദി കാര്യങ്ങൾ ഗൗരവബുദ്ധ്യാ നാം ആലോചിക്കേണ്ടതാണ്. റമളാന് ശേഷമുള്ള തുടർ ജീവിതത്തിലും ഈ കാര്യങ്ങൾ, അള്ളാഹുമായുള്ള അടുപ്പവും വിശുദ്ധ ഖുർആനുമായുള്ള അടുപ്പവും നമ്മുടെ സ്വഭാവ സംസ്കരണവും ഒക്കെ തന്നെ അനിവാര്യമായ കാരണങ്ങളാണ്. റമളാനിൽ മാത്രം അത് നിർവഹിച്ച് മാറ്റിവെക്കുകയും അടുത്ത റമളാൻ വരുമ്പോൾ വീണ്ടും ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടുന്ന ഒരു കുപ്പായമല്ല ഈ റമളാനിലെ നമ്മുടെ ജീവിത രീതി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയാണ് സൂറത്തുൽ മുഅ്മിനൂനിലെ ഏതാനും ആയത്തുകൾ, ഇന്നല്ലദീന ഹും മിൻ ഖശിയതി റബ്ബിഹിം മുശ്ഫിഖൂൻ, തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ പറ്റിയുള്ള ഭയത്താൽ, തങ്ങളുടെ രക്ഷിതാവിനെ കുറിച്ചുള്ള ഓർമ്മകളാൽ നടുങ്ങുന്നവരാണവർ. അള്ളാഹു ഉണ്ടെന്ന തിരിച്ചറിവ് മാത്രമല്ല, അള്ളാഹു വിചാരണ ചെയ്യുമെന്ന ബോധം മാത്രമല്ല, ആ വിചാരണയിൽ നഷ്ടം സംഭവിച്ചാൽ വലിയ ശിക്ഷയ്ക്ക് നാം പാത്രീഭൂതമാവേണ്ടി വരുമെന്നുള്ള ബോധം കൂടി, തിരിച്ചറിവ് കൂടി ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ, അവൻ യഥാർത്ഥത്തിൽ ഭയപ്പാടയോടെയാണ് ജീവിക്കുക. എന്ന് വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, എന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമോ, എന്റെ പ്രവൃത്തികൾ അള്ളാഹു തിരസ്കരിച്ചു കളയുമോ, എന്റെ അമലുകൾക്ക് സ്വീകാര്യതയുണ്ടോ, അത് പ്രവാചകന്റെയും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചും പ്രവാചക ചര്യ അനുസരിച്ചും സൂക്ഷ്മതയോടെയാണോ ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തു വരുന്നത് എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ചുള്ള ഭയാശങ്ക, അത് പടച്ചവൻ സ്വീകരിക്കുമോ എന്ന ആശങ്ക ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇന്നല്ലദീന ഹും മിൻ ഖശിയതി റബ്ബിഹിം മുശ്ഫിഖൂൻ, തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവരാകുന്നു അവർ. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ, തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ. അള്ളാഹു കാണിച്ചു തരുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ അതിൽ പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ്. പ്രകൃതിയിൽ നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. നമ്മുടെ കൺമുമ്പിൽ നിത്യേന എന്നോണം ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പടച്ചവന്റെ ശക്തി ബോധ്യപ്പെടുത്തുന്ന, പടച്ചവൻ എന്ന സൃഷ്ടാവിനെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് ഉണ്ട്. ആ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ, ആ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മനസ്സിനെ മതിക്കുന്നുണ്ടോ എന്ന ചിന്ത അതുണ്ടാവണം. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ, തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, മർമ്മപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹ് തങ്ങളുടെ രക്ഷിതാവിനോട് ഒരു വിധത്തിലും അവർ പങ്കുചേർക്കുകയില്ല, ഒരു കാര്യത്തിലും അവർ പങ്കുചേർക്കുകയില്ല. അള്ളാഹു ഇലാഹാണെന്ന വസ്തുത, അള്ളാഹു അരക്ഷിതാവാണെന്ന വസ്തുത, ആരാധനക്കർഹൻ അള്ളാഹുവാണെന്ന വസ്തുത, ഇതിനെ ഒന്നും ഒരു മാറ്റത്തിരുത്തലുകളുമില്ലാതെ പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയനുസരിച്ച് അവൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നാട്ടു നടപ്പിന്റെ പിന്നാലെ അവൻ പോകൂല.
നാട്ടിലെ സൗകര്യങ്ങൾക്ക് പിന്നാലെ, നാട്ടിലെ വരുമാനമുണ്ടാക്കുന്ന മാർഗങ്ങൾക്ക് പിന്നാലെ ശിർക്ക് വരുമെന്ന ഭയത്താൽ അവൻ പോവുകയില്ല. അവൻ ശിർക്ക് ചെയ്യാത്തവനാണ്. അവൻ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവനാണ്. രക്ഷിതാവിനെ കുറിച്ചുള്ള ഭയത്താൽ ഹൃദയം നടങ്ങുന്നവനാണ്. അവൻ രക്ഷിതാവിൽ പങ്കുചേർക്കാത്തവനാണ്. വല്ലദീന യുക്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തും അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. രക്ഷിതാവിങ്കലേക്ക് തങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ എന്ന് മനസ്സിൽ ഭയമുള്ളതോടുകൂടി ഈ ദുനിയാവിലെ ജീവിതം മാത്രമല്ല, എനിക്കിവിടെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്. അവരുമായി അടിച്ചു പൊടിക്കാനുള്ള ഒരുപാട് സമയങ്ങൾ പോലുമുണ്ട്. രാത്രിയെ ഹയാത്താക്കുന്നത് അങ്ങനെയാണ്. അവരുമായുള്ള കറക്കം, അവരുമായുള്ള തീറ്റ, അവരുമായുള്ള രസകരമായ സമയം ചെലവഴിക്കൽ, അങ്ങനെ രാത്രിയെ ഹയാത്താക്കിക്കൊണ്ടുപോലും പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം ആർമാദിച്ചു നടക്കുന്നവർ. ബന്ധുമിത്രാദികളുണ്ട്, ഒരുപാട് ബന്ധുമിത്രാദികൾ, മക്കള്, ഭാര്യ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ. നമുക്കൊന്ന് നൊന്താൽ, നമുക്കൊന്ന് വേദനിച്ചാൽ, നമുക്കൊരു അസുഖം വന്നാൽ അവർ നമ്മെ ശുശ്രൂഷിക്കാനുണ്ട്. അവർ നമ്മെ കുറിച്ച് ആലോചിക്കുന്നവരായിട്ടുണ്ട്. അവർ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഇതൊക്കെയും വിട്ടേച്ച്, ബന്ധുക്കളെ വിട്ടേച്ച്, കൂട്ടുകാരെ വിട്ടേച്ച് ഓരോരുത്തരും തിരിച്ചു പോകുന്ന ഒരു ലോകമുണ്ട്. ഓരോരുത്തരും തിരിച്ചു പോകുന്ന ഒരു ലോകം. ആ ലോകത്തേക്ക് അവൻ യാത്രയായാൽ അവനവിടെ സഹായത്തിന് ഈ കൂട്ടുകാരുണ്ടാവില്ല, ഈ ബന്ധുമിത്രാദികൾ ഉണ്ടാവില്ല. വല്ലദീന യുക്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തും അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. രക്ഷിതാവിങ്കലേക്ക് തങ്ങൾ മടങ്ങിച്ചെല്ലവരേണ്ടവരാണല്ലോ എന്ന് മനസ്സിൽ ഭയമുള്ളതോടുകൂടി തങ്ങൾ ദാനം ചെയ്യും. ഉള്ളതിൽ നിന്ന് ദാനം ചെയ്യും. ഇതെനിക്ക് വേണമല്ലോ, ഒതുക്കി വെക്കുകയാണ്. നാളെ, മറ്റന്നാള്, പെരുന്നാൾക്ക്, അടുത്ത മാസം ചെലവിലുള്ള സംഖ്യയല്ലേ എന്നോർത്ത് ഒതുക്കി പിടിച്ചു വെക്കുന്നവരായിരിക്കില്ല അവർ. നമ്മളെ പോലെ വിഷമിക്കുന്ന, നമ്മളെക്കാളേറെ വിഷമിക്കുന്ന ആളുകൾ അപ്പുറമുണ്ട്. ദാവത്ത് എന്ന വലിയ സംരംഭത്തിന് സഹായം നൽകേണ്ടതായിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് സഹായം നൽകേണ്ടതായിട്ടുണ്ട്. പള്ളി മദ്രസകൾ അത് നിരന്നു പോവേണ്ടതായിട്ടുണ്ട്. ആ ഓർമ്മകളിൽ നാളെ ഞാൻ പട്ടിണിയായാലും, പെരുന്നാൾക്ക് ചിലപ്പോൾ എനിക്ക് ചെറിയ പ്രയാസമുണ്ടായാൽ പോലും, ഇന്ന് പ്രയാസം അനുഭവിക്കുന്ന ഈ മതസ്ഥാപനങ്ങൾ, ഈ ദാവത്ത് രംഗങ്ങൾ, ഈ പാവപ്പെട്ടവർ, അവർക്ക് വേണ്ടി ഞാൻ നൽകും, എന്തെങ്കിലും നൽകും, എനിക്കാവാവുന്നത് നൽകും. അങ്ങനെ ദാനം ചെയ്യുന്നവരും ആകുന്നു അവർ. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. അവരാകുന്നു നന്മയിൽ ധൃതിപ്പെട്ട് മുന്നേറുന്നവർ. അവരാകുന്നു തിരക്ക് പിടിച്ച് നന്മ ഇങ്ങനെ വാരിക്കൂട്ടുന്നവർ. അവർക്ക് തിരക്കാണ്, വലിയ തിരക്കാണ്. ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള തിരക്കല്ല, ദുനിയാവിലെ ഓട്ടം ചാട്ടമല്ല. അവർക്ക് നന്മയിൽ ഞാനും ഭാഗവാക്കാവണം, എനിക്കും ഒരു നന്മ മറ്റൊരാളേക്കാൾ കൂടുതൽ കിട്ടണം എന്ന ആർത്തിയോടെ, അതിനാണ് അസൂയ, അതിനാണ്. അത്തരത്തിൽ ജീവിക്കുന്ന ആളുകൾ അവരാകുന്നു നന്മകളിൽ ധൃതിപ്പെട്ട് തിരക്ക് പിടിച്ച് മുന്നേറുന്നവർ. അവരത്രേ അവയിൽ മുമ്പേ ചെന്നെത്തുന്നവരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഏറ്റവും മുമ്പേ ചെന്നെത്തുന്നവരുമാണവർ. അങ്ങനെ നന്മയ്ക്ക് വേണ്ടിയായി, സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയായി, പുണ്യത്തിന് വേണ്ടിയായി തിരക്ക് പിടിച്ചുള്ള ഒരോട്ടം. ഇനി വരുന്ന 7 ദിവസങ്ങൾ, ഇനിയുള്ള 7-8 ദിവസം, 7 ദിവസങ്ങൾ, അതേ ദിവസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. അടുത്ത വർഷം നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ നന്മ വാരിക്കൂട്ടാനുള്ള ധൃതി, തിരക്ക്, ആവേശം നമ്മിലുണ്ടാവണം. ഒരുപാട് വിഷയങ്ങളിൽ ആവേശം കാണിക്കുന്നവരാണ് നാം. ഒരുപാട് കാര്യങ്ങളിൽ എടുത്തു ചാടുന്നവരാണ് നാം. നന്മ വാരിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ സുഹൃതങ്ങൾ ചെയ്യുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അള്ളാഹുവിന് വേണ്ടി, നമുക്ക് വേണ്ടി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകൾ, ആരാധനാ കർമ്മങ്ങളിലെ കണിശത, ദാനം ചെയ്യൽ, നല്ല വാക്ക് പറയൽ, മാതാപിതാക്കളോട് നല്ല സമീപനം, ബന്ധുമിത്രാദികളോട് നല്ല സമീപനം, എല്ലാവരുമായും നല്ല നിലപാട്. അങ്ങനെ നല്ലവരിൽ നല്ലവനായി ജീവിക്കാനുള്ള ആവേശം നമുക്ക് ഈ ദിവസങ്ങളിൽ കാണിക്കാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്മയ്ക്ക് വേണ്ടി ധൃതി പിടിച്ച് ഓടുന്നവരാണ്. നമ്മൾ നേരത്തെ തന്നെ സ്വർഗം ലഭിക്കാനുള്ള ആ സദസ്സിൽ ഹാജരാകുന്നവരുമാണ് എന്ന് ഖുർആൻ പറയുന്നു.
സ്വർഗം നേടുക. അത് തന്നെയാണ് ലക്ഷ്യം. സ്വർഗം നേടുക എന്നുള്ളത് തന്നെയാണ് ഓരോ വിശ്വാസിയുടെയും പ്രധാന ലക്ഷ്യം എന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഈമാൻ എന്നുള്ളത് ചിലപ്പോ വർദ്ധിക്കും, ചിലപ്പോ കുറയും, ചിലപ്പോ അല്ലാതെ അങ്ങ് മങ്ങിപ്പോകും. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ ഈമാനിനുണ്ട്. പലപ്പോഴും അത് ഒരുപോലെ നിൽക്കൂല, വർദ്ധിക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. ഇപ്പോ ചിലപ്പോ ഈ ഖുതുബ കേൾക്കുന്ന നിങ്ങളിൽ ഈമാൻ കുറച്ചുകൂടി വർധനമുണ്ടായിരിക്കാം. നേരത്തെ വീട്ടിൽ വരുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈമാനികമായ ഒരു ആവേശം നമ്മെ ഇപ്പൊ സ്വാധീനിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോ കുറച്ചു കഴിഞ്ഞ് വീട് വിട്ട് ജോലിയിൽ കയറി കൂട്ടുകാരായി, ബന്ധുമിത്രാദികളായി, മറ്റു കാര്യങ്ങളായി, പർച്ചേസായി, ഭക്ഷണം കഴിക്കലായി ഒക്കെ പോകുമ്പോ ഇതിനെ അല്പം പങ്കലേൽക്കുമെന്ന് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചതാണ്. മനുഷ്യന്റെ ഓട്ടത്തിനിടയിൽ, ചാട്ടത്തിനിടയിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാവും. എന്നാൽ മങ്ങിപ്പോകുന്ന ഈമാനിനെ വല്ലാതെ മങ്ങാതെ പിടിച്ചു നിർത്തണം. അതെങ്ങനെയാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഇന്നൽ ഈമാന ലഖലഖു ഫീ ജൗഫി അഹദികും കമാ യഖലഖു തൗബ്. തീർച്ചയായും പുതിയ വസ്ത്രം അത് പഴകുന്നത് പോലെ, അത് നുരുമ്പുന്നത് പോലെ, അത് മ്ലേച്ഛമാവുന്നത് പോലെ, അതിൽ ചേറി പുരളുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈമാനും പഴകിപ്പോകും. പ്രവാചകൻ പറയുകയാണ്, നമ്മിലെ ഈമാനും വിവിധത്തിൽ അങ്ങനെ മങ്ങിപ്പോകും, പഴകിപ്പോകും, അതിന്റെ ആ മാറ്റ് കുറഞ്ഞു പോകും. പ്രവാചകൻ തുടരുകയാണ്, അതിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ പുതുക്കിത്തരാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ. എന്റെ ഈമാൻ പുതുക്കിത്തരണം. നമ്മൾ പുതുവസ്ത്രം ധരിക്കുന്നു, ആ വസ്ത്രം ഇങ്ങനെ ധരിച്ച് കുറച്ചു നാളായി കുറെ അലക്കി അതിന്റെ നിറം മങ്ങുന്നു, അതിന്റെ ഭംഗി പോയി പോകുന്നു, ഒക്കെയാകുന്നു. പുതിയൊരു വസ്ത്രം കൂടി നാം വാങ്ങുമ്പോ മറ്റേ വസ്ത്രവും ഇതും തമ്മിൽ വ്യത്യാസമാണ്. പ്രിയപ്പെട്ടവരെ, അവിധത്തിൽ ഈമാനിൽ മങ്ങലുണ്ടാകും, പോരായ്മകളുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈമാൻ പുതുക്കിത്തരാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്റെ ഈമാൻ പുതുക്കിത്തരാ എന്ന് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. മാറ്റത്തിന് വിധേയമാണത് നാം അറിയണം. നമ്മിലുള്ള ഈമാൻ അത് നമ്മുടെ മരണം വരെ ഒരേ രീതിയിൽ നിൽക്കുമെന്നാരും കരുതരുത് കേട്ടോ. പാപങ്ങൾ, നമ്മുടെ നോട്ടത്തിലുള്ള പാപങ്ങൾ, നമ്മുടെ ഇടപാടുകളിലുള്ള പാപങ്ങൾ, നമ്മുടെ ഇടപെടലുകളിലുള്ള പാപങ്ങൾ, നമ്മുടെ കാഴ്ചയിലെ, കേൾവിയിലെ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കൂടെ കൊച്ചു പാപങ്ങൾ നമ്മിലേക്ക് ഇങ്ങനെ വന്നു പോകും. കാഴ്ച, കേൾവി, ചിന്ത പോലുള്ള കാര്യങ്ങളിലൂടെ അത് നിരന്തരം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പാപങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഒന്നാമതായി ഉണ്ടാവേണ്ടത്. വന്നു പോകുന്ന ആ പാപങ്ങൾ തൗബ ചെയ്ത് അള്ളാഹുവിൽ സർവവും ഭരമേൽപ്പിച്ച് തൗബ ചെയ്ത് അതിനെ മായ്ച്ചു കളയാൻ, അതിനെ ഇല്ലാതാക്കി കളയാൻ നാം ശ്രമിക്കണം. ഇസ്തിഗ്ഫാർ നിർവഹിക്കണം. പ്രവാചകനെ കുറിച്ച് നാം കേട്ടില്ലേ? 70 തവണയോ 100 തവണയോ ദിവസവും ഇസ്തിഗ്ഫാർ നടത്തുന്ന പ്രവാചകൻ. ഒരു തെറ്റ് പോലും സംഭവിക്കാത്ത, മോശമായ രീതിയിൽ ഒരു ചിന്ത പോലും വന്നിട്ടില്ലാത്ത പ്രവാചകനാണ് ഇങ്ങനെ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അറിയണം നമ്മൾ എത്രമാത്രം ഇസ്തിഗ്ഫാർ ചെയ്യണം, എത്രമാത്രം തൗബ ചെയ്യണമെന്ന് നാം അറിയുക. ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക പ്രിയപ്പെട്ടവരെ. അസ്തഗ്ഫിറുല്ലാഹുൽ അദീം. ഒരു നട്ടക്കച്ചവടവുമല്ല, അത് നമ്മെ ശുദ്ധീകരിക്കുന്ന ശുദ്ധികലശത്തിന്റെ ഒരു പ്രക്രിയയാണ് പ്രിയപ്പെട്ടവരെ. അത് നാം മനസ്സിലാക്കണം. അങ്ങനെ ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പ്രാർത്ഥന പ്രവാചകൻ പറഞ്ഞു, നമസ്കാര ശേഷം നിർവഹിക്കേണ്ടുന്നതാണ് ആ പ്രാർത്ഥന. യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك يا مقلب القلوب ثبت قلبي على دينك. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, നമ്മുടെ ഹൃദയം വിചാരിച്ചതുപോലെയല്ല. നമുക്ക് തൃപ്തിപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോ ഹൃദയത്തിന് വല്ലാത്തൊരു സുഖമാണ്, മനസ്സിന് വല്ലാത്ത ഒരു സുഖമാണ്. എങ്ങാനും നമ്മൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത, നമുക്ക് വെറുപ്പുള്ള, നമ്മൾക്ക് താല്പര്യമില്ലാത്ത ഒരാളെ കാണുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ കോലം മാറും.
നമ്മുടെ ഹൃദയത്തിന്റെ സ്വഭാവത്തിന്റെ മനസ്സിന്റെ ആ അവസ്ഥ മാറിപ്പോകും. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ. ഈ ദീനിൽ ഞാൻ 5 നേരം നമസ്കരിക്കുന്നു, റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിച്ചിരിക്കുന്നു, ഒക്കെ ശരിയാണ്. എന്നാലും റബ്ബേ, ഏത് ഘട്ടത്തിലും ഈ ദീനിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തേണമേ. ഈ ദീനി വിട്ട് മറ്റൊരു ചിന്തയിലേക്ക് എന്നെ നീ വഴുതി പോകുന്ന അവസ്ഥ എനിക്ക് നീ നൽകരുതേ എന്ന പ്രാർത്ഥന നിരതമായിരിക്കണം നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം. നാം അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുഫ്ഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി, സ്വർഗം പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ടാണ് പുതിയപ്പെട്ടിരിക്കുന്നത്. സ്വർഗത്തിലെത്തുമ്പോൾ പ്രയാസകരമാണ് എന്നല്ല പറഞ്ഞത്. സ്വർഗം ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ, സ്വർഗത്തിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരണമെങ്കിൽ അയാൾ പ്രയാസകരമായ ഒരുപാട് അനുഭവങ്ങളിലൂടെ, അവസ്ഥകളിലൂടെ മുന്നേറേണ്ടതുണ്ട്. അവന്റെ ജീവിതം അങ്ങനെയാണ്. നമ്മളെ പൈശാചികമായി സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇവിടെയുണ്ട്. അതിൽ നിന്നൊക്കെ തെന്നിമാറി അതിലേക്ക് ചായാതെ സത്യത്തിന്റെ പാതയിലേക്ക് ഉറച്ചു നിന്ന് പോരാടുമ്പോ, അതിലേക്ക് യാത്രയാകുമ്പോ പ്രിയപ്പെട്ടവരെ കുറച്ച് ത്യാഗം സഹിക്കണം. മാനസികമായ ഭാരം ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം, ഹൃദയം ചിലപ്പോൾ അതിനോട് മടി കാണിച്ചേക്കാം. നമ്മൾ നടക്കുമ്പോൾ കാല് പോലും നമ്മെ പിന്തിരിപ്പിച്ചേക്കാം. അവിടങ്ങളിലൊന്നും പതറാതെ സത്യത്തിന്റെ പാതയിൽ, പ്രയാസകരമായ ആ പാതയിലൂടെ ചരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സ്വർഗം കിട്ടുക. നരകമാകട്ടെ ദേഹേച്ഛകൾ അഥവാ നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടുമാണ് പുതിയപ്പെട്ടിരിക്കുന്നത്. പ്രയാസങ്ങൾ കൊണ്ട് സ്വർഗവും, ദേഹേച്ഛകൾ കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ കൊണ്ട് നരകവും പുതിയപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. നമ്മുടെ ഇഷ്ടത്തിനൊപ്പം നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മുടെ ഇഷ്ടം മാത്രം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ പലതും പൈശാചികമാണ്, നമ്മുടെ ഇഷ്ടങ്ങളിൽ പലതും ദേഹേച്ഛയുടെ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടങ്ങൾക്കപ്പുറം സത്യത്തെ കണ്ടെത്താനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ആ സത്യമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ. ആ സത്യമാണ് പ്രിയപ്പെട്ടവരെ ഈ റമദാനിൽ നമുക്കായി അള്ളാഹു അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റമദാനിന്റെ വളരെ ചുരുങ്ങിയ നാളുകൾ കൂടുതൽ എങ്ങനെ സജീവമാകാൻ കഴിയണം എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ അവസാനത്തെ 10 ഈത്തിക്കാഫിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പള്ളിയോട് ചേർന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് പ്രവാചകൻ ജീവിച്ചു. പ്രവാചകൻ മരണപ്പെടുന്ന, വഫാത്താകുന്ന അവസാന വർഷത്തിൽ 20 ദിവസവും പ്രവാചകൻ ഈത്തിക്കാഫിരുന്നു എന്ന് പറയുന്നു. പ്രവാചകന് ശേഷം പ്രവാചകന്റെ ഭക്തിമാരും ഈത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു എന്നും ഹദീസിൽ വ്യക്തമാണ്. പ്രവാചകന്റെ ഭക്തിമാരൊക്കെ തന്നെയും സഹാബ വനിതകളൊക്കെ തന്നെയും ഈത്തിക്കാഫിരുന്നിരുന്നു. പള്ളി അതിനും കൂടി വേണ്ടിയുള്ളതാണ്. നമസ്കാരം മാത്രം നിർവഹിച്ച് പിരിഞ്ഞു പോകേണ്ട സ്ഥലമല്ല പള്ളി. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ, വിശുദ്ധ ഖുർആന്റെ പാരായണം, ഇസ്ലാമികമായ അധ്യാപനങ്ങൾ, പഠനങ്ങൾ, അതിനൊക്കെയുള്ള വേദിയാണ് പള്ളി. എന്നതുപോലെ തന്നെ സ്ത്രീക്കും പുരുഷനും എഴുതിക്കാതിരിക്കാനുള്ള സ്ഥലവും കൂടിയാണ് പള്ളി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 പള്ളിയിൽ എഴുതിക്കാതിരുന്നു. പിറ്റേന്ന് അഥവാ പെരുന്നാൾ ഉറപ്പിച്ച ശേഷം മാത്രമേ പള്ളിയിൽ നിന്നും പോയിരുന്നുള്ളൂ എന്നും വിശദീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നീ ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു ആ ജീവിതം. ഖുർആൻ പാരായണം നിരന്തരം നിർവഹിച്ചുകൊണ്ടിരുന്നു. തൗബ ചെയ്തുകൊണ്ടിരുന്നു. ദിക്ർ ദുആകൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാമല്ലോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ
ബിഇذن ربهم من كل أمر سلام هي حتى مطلع الفجر. പ്രിയപ്പെട്ടവരെ, ആ നാളിതാ വരുന്നു. ആ നാളിന്റെ സമയമാണിത്. ചിലപ്പോൾ അത് കഴിഞ്ഞു പോയേക്കാം. 21 കഴിഞ്ഞു, 23 കഴിഞ്ഞിരിക്കുകയാണ്. ചിലപ്പോൾ അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയേക്കാം. 25 അത് പ്രതീക്ഷിക്കാം, 27 അത് ഉണ്ടായേക്കാം, 29 അതുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ റമദാനിലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞു. പ്രവാചകൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, റമദാനിലെ അവസാന പത്തിലെ എല്ലാ ദിവസവും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്, ഒറ്റയിട്ട ദിവസങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 24ാമത്തെ നോമ്പാണല്ലോ. ഇന്ന് 24ാമത്തെ നോമ്പ് അനുഷ്ഠിക്കുകയാണ്. എന്നാൽ മക്കയിൽ, സൗദിയിൽ, കുവൈറ്റിൽ, ദുബായിലൊക്കെ തന്നെ ഇന്ന് 25 നോമ്പ്. ഏതാണ് യഥാർത്ഥ നോമ്പിന്റെ ഉറവിടം ദിവസമെന്ന് നമുക്ക് അജ്ഞാതമാണ്. നമ്മൾ പ്രവാചകൻ പറഞ്ഞു തന്ന മാതൃകയനുസരിച്ച് മാസം കാണാൻ സാധ്യതയുള്ള സമയത്ത് മാസം കണ്ട ശേഷം ഉറപ്പിച്ച രീതി അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒറ്റയിട്ട എന്ന നമ്മുടെ ഇവിടുത്തെ ഒറ്റയിട്ട ദിവസങ്ങളിൽ മാത്രം നമ്മൾ ലൈലത്തുൽ ഖദറിനെ കാത്തിരുന്നാൽ പോരാ, എല്ലാ ദിവസവും കാത്തിരിക്കണമെന്ന പ്രവാചക പ്രസക്തി അങ്ങനെയാണ് നാം തിരിച്ചറിയേണ്ടത്. പ്രിയപ്പെട്ടവരെ, അത് പ്രഭാതോദയം വരെ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, അത് പ്രഭാതോദയം വരെ സമാധാനമാണ്. നമ്മുടെ ജീവിതത്തിലെ സമാധാനം, നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു നാട്, ഒരു സമയമാണ് ലൈലത്തുൽ ഖദർ. ഒരായുസ്, പുരുഷായുസ് മുഴുക്കെ നമ്മൾ അമലുകൾ ചെയ്താൽ പോലും നേടാത്ത പുണ്യം വാരിക്കൂട്ടാനുള്ള മഹാ അനുഗ്രഹമാണ് അള്ളാഹു ലൈലത്തുൽ ഖദറിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് ലൈലത്തുൽ ഖദറിൽ ഞാൻ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥന? പ്രവാചകൻ പറഞ്ഞു കൊടുത്തു ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫുവ്വ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വ, അല്ലാഹുവേ നീ ഏറെ എമ്പാടും മാപ്പ് നൽകുന്നവനാണ്. അല്ലാഹുവേ നീ ഏറെ ഒരുപാട് മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നു പടച്ചവനെ. നൽകുക മാത്രമല്ല, അത് ഇഷ്ടവുമാണ്. ദാനം ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. പക്ഷെ ദാനം ചെയ്യുന്നത് ഇഷ്ടമില്ലെങ്കിലോ? അത് ഇഷ്ടത്തോടെ നൽകുന്ന ആളുകൾ, അവർക്ക് പ്രത്യേകതയുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അള്ളാഹു ഒരുപാട് മാപ്പ് നൽകും. മാത്രമല്ല, മാപ്പ് നൽകുന്നത് ഇഷ്ടവുമാണ്. മാപ്പ് നൽകുന്നത് അള്ളാഹുവിന് ഇഷ്ടവുമാണ്. ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് മാപ്പാക്കണമേ, എന്റെ വീഴ്ചകൾ പോരായ്മകൾ പുറത്തു തരണമേ, എന്നെ നീ സ്വർഗാവകാശിയാക്കണമേ റഹ്മാനെ. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഫഅഫു അന്നി. ഈ പ്രാർത്ഥനയുടെ വാക്കുകൾ നമ്മിൽ എപ്പോഴും സദാ നിറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് കൂടി നാം മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നു, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദാൻ. നിന്നോട് എന്റെ ദാസന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാണ് ഞാനെന്ന് അവരോട് പറഞ്ഞേക്കുക. അതുകൊണ്ട് തന്നെ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദാൻ ഫൽയസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. പ്രാർത്ഥിക്കുന്ന ആളുകൾ, പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. നാം പ്രാർത്ഥിക്കുമ്പോൾ അത് അള്ളാഹുവിനോടായിരിക്കണം, അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. കാരണം ഉത്തരം നൽകാൻ കഴിവുള്ള ഒരേ ഒരു ശക്തി അല്ലാഹുവാണ്. ഉത്തരം നൽകാൻ, നമ്മുടെ ആവശ്യമനുസരിച്ച് ആ ആവശ്യം നിറവേറ്റി തരാൻ കഴിയുള്ള ഒരേ ഒരു ശക്തി അത് അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. അതുകൊണ്ട് എന്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്താണ് ഓതിയിരിക്കുന്നത്. എന്റെ ആഹ്വാനം അവർ സ്വീകരിക്കുക, എന്നിൽ അവർ വിശ്വസിക്കുക, എന്നാൽ അവർ നേർവഴി പ്രാപിക്കും. അവരുടെ നേർവഴിയിലേക്കുള്ള
ആ സഞ്ചാരത്തിന് വേണ്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്നോട് പ്രാർത്ഥിക്കുക. നമ്മൾ അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, പുറത്തു തരുന്ന അല്ലാഹുവേ, പുറത്തു തരുന്നത് ഇഷ്ടപ്പെടുന്ന അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരയണമേ എന്ന പ്രാർത്ഥനയും ഈ വിശുദ്ധ ഖുർആനുമായി നമ്മൾ ഒന്നുകൂടി ചേർത്ത് വായിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ പറയുകയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊ. ഇതാണ് നേരായ പാത. ഏത്? ഇസ്ലാം പഠിപ്പിച്ച പ്രവാചക ചര്യയിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് യഥാർത്ഥ പാത. ഒരുപാട് 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 പാതകൾ, പുതിയ പുതിയ ഒരുപാട് ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്താണ് നാം ഉള്ളത്. പുതിയ കാഴ്ചപ്പാടുകൾ നമ്മുടെ യുവാക്കളെ, നമ്മുടെ വിദ്യാർത്ഥിനികളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊന്നും യഥാർത്ഥത്തിൽ വിജയത്തിന്റെ പാതയല്ല, അതൊന്നും വിജയത്തിന്റെ മാർഗമേ അല്ല. ഖുർആൻ പറയാണ്, അന്നഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊ. ഇതാണ് എന്റെ നേരായ മാർഗം, അതുകൊണ്ട് നിങ്ങൾ ഇത് പിന്തുടരണം. വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി. മറ്റു മാർഗങ്ങളിലേക്ക് നിങ്ങൾ വഴിതെറ്റി പോകരുതേ. അവയൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ചിതറിച്ചു കളയും, നിങ്ങളെ തെറ്റിപ്പിച്ചു കളയും. ദാലിക്കും വസാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി നിങ്ങളോട് ഉപദേശിക്കുകയാണ് അല്ലാഹു. ഇസ്ലാമാണ് യഥാർത്ഥ പാത, അതാണ് നേരായ പാത. അതനുസരിച്ച് ജീവിക്കുക. അതിലേതെങ്കിലും കാര്യങ്ങൾ തൃപ്തിക്കുറവ് ആർക്കെങ്കിലും തോന്നിയാൽ അതേക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തയ്യാറാകുമ്പോൾ, അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തയ്യാറാകുമ്പോൾ ആ തൃപ്തിക്കുറവങ്ങ് മാറിക്കിട്ടും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമുമായി രാജിയാവാൻ നമുക്ക് കഴിയാതെ പോകുന്നത്, ഇസ്ലാമിന്റെ ഏതെങ്കിലും നിർദ്ദേശങ്ങളോ കർമ്മങ്ങളോ ആയി നമുക്കാർക്കും നമുക്ക് രാജിയാവാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ആ നിർദ്ദേശത്തെ നമ്മൾ യഥാവിധി മനസ്സിലാക്കിയില്ല എന്നാണ് അർത്ഥം. അത് നാം തിരിയണം. അഹബ്ബുൽ അമാലി ഇലല്ലാഹി അദോമുഹാ വഇൻ ഖല്ലാ. അഹബ്ബുൽ അമാലി ഇലല്ലാഹ് അദോമുഹാ വഇൻ ഖല്ലാ. ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് വിശുദ്ധ ഖുർആൻ പറയാണ്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹാ. നിങ്ങൾക്ക് കഴിയുന്നതേ നിങ്ങൾ ചെയ്യേണ്ടൂ. നിങ്ങൾക്ക് ശാരീരികമായും സൗകര്യപ്രദമായും കഴിയുന്നത് മാത്രമേ ഇസ്ലാം നിങ്ങളോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളൂ. ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദോമുഹാ വഇൻ ഖല്ലാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഏതാണെന്നോ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഏതാണെന്നോ അവ എത്ര കുറഞ്ഞാലും അത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാണ്. നമുക്കാവുന്നത് നമ്മൾ ചെയ്യുക, പക്ഷെ അത് സ്ഥിരമായി ചെയ്യണം. അത് സ്ഥിരമായി ചെയ്യണം. ഒരു ദിവസം ഒരുപാട് 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 പാരായണം ചെയ്ത് പിറ്റേന്ന് കഴിയുന്നില്ല, മടി ആവുന്നില്ല. വേണ്ട പ്രിയപ്പെട്ടവരെ, വേണ്ട. നിങ്ങൾക്ക് സ്ഥിരമായി കൊണ്ടുപോവാൻ ഒരു പേജ്, ഒരു 15 ആയത്ത്, ഒരു 25 ആയത്ത്, ഒരു 50 ആയത്ത്, 10 ആയത്ത്, അതാണോ കൊണ്ടുപോകാൻ കഴിയുന്നതെങ്കിൽ അത് മതി. അത് സ്ഥിരമായി കൊണ്ടുപോകുന്നതാണ് അല്ലാഹുവിന് ഇഷ്ടം. നമ്മെ പ്രയാസപ്പെടുത്താനല്ല, നമ്മെ ആകെ കുടുസാക്കാനല്ല മതം എന്ന് നാം മനസ്സിലാക്കണം. ഇത് പ്രവാചകൻ പറഞ്ഞതാണ്. അദ്ദീനുൻ നസീഹ്, ഗുണകാംക്ഷിയാണ് മതം. ഇതൊരിക്കലും നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, നമ്മുടെ ഒരുപാട് ആവശ്യങ്ങളെ നിരാകരിക്കുന്ന, നമ്മെ ആകെ ദൗത്യ നിർമ്മാണത്തിൽ തടസ്സപ്പെടുത്തുന്ന ഒന്നേ അല്ല വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം. അദ്ദീനുൻ നസീഹ്, ഇത് ഗുണകാംക്ഷിയാകുന്നു. ഇന്നദ്ദീന യുസ്റുൻ, തീർച്ചയായും മതം എളുപ്പമാണ്. വലൻ യുശാദ്ദല്ലദീന അഹദുൻ ഇല്ലാ ഗലബഹു, മതകാര്യങ്ങളിൽ ആരെങ്കിലും കാഠിന്യം പുലർത്തിയാൽ മതം അത് അവനെ പരാജയപ്പെടുത്തി കളയും. നമ്മൾ കഠിനമായ രീതിയിൽ മതം ചെയ്യാൻ, പ്രവാചകന്റെ അടുക്കൽ 3 പേർ വന്നിട്ട് പറഞ്ഞു, പ്രവാചകന്റെ പത്നിയോട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ, പ്രവാചകന്റെ ജീവിത രീതികൾ ചോദിച്ച ശേഷം ആ 3 വ്യക്തികൾ പറയുകയാണ്, ഞാൻ എല്ലാ സമയത്തും നമസ്കരിച്ചു കൊണ്ടേയിരിക്കും, എല്ലാ ദിവസവും നോമ്പനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കും, രാത്രിയിൽ ഉറക്കമൊഴിച്ച് നമസ്കാരം നിർവഹിച്ചു കൊണ്ടേയിരിക്കും, വിവാഹം കഴിക്കുകയില്ല എന്നീ കാര്യങ്ങൾ പറഞ്ഞപ്പോ പ്രവാചകൻ അത് തിരുത്തി.
പ്രവാചകൻ അത് തിരുത്തി. അത്തരത്തിൽ ഒരാൾക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു ആവേശത്തിന്റെ പുറത്ത് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോയേക്കാം, അതിലപ്പുറം അതങ്ങനെ തുറന്നു കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്ഥിരമായി കൊണ്ടുപോകുന്ന രീതിയിലാണ് മതത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വലൻ യുഷാദല്ലദീന അഹദുൻ ഇല്ലാ ഗലബഹു. മതകാര്യങ്ങളിൽ ആരെങ്കിലും കാഠിന്യം പുലർത്തിയാൽ ആ മതം അവനെ തോൽപ്പിച്ചു കളയും. ഫസദ്ദിദു വഖാരിബു വഅബ്ശിറൂ. അതിനാൽ നിങ്ങൾ മിതത്വം പാലിക്കണം, നന്മയോട് അടുക്കണം, സന്തോഷ വാർത്ത അറിയുകയും വേണം, അറിയിക്കുകയും വേണം. വസ്തഈനു ബിൽ ഗദവതി വറൗഹതി വശൈഇൻ മിനദ്ദുൽജാ. പ്രഭാതത്തിലും സന്ധ്യാസമയത്തും രാത്രിയുടെ അല്പഭാഗത്തും ആരാധനകളുമായി അല്ലാഹുവിനോട് നിങ്ങൾ സഹായം അർത്ഥിക്കുക. അപ്പൊ പറഞ്ഞു വന്ന 5 നേരത്തെ നമസ്കാരം, രാത്രിയിലെ തഹജ്ജുദ് നമസ്കാരം, റമദാൻ നമ്മൾ നിർവഹിക്കുന്ന ഈ തറാവീഹ് നമസ്കാരം, റമദാന് ശേഷം നമ്മൾ വീട്ടിൽ പോയി ഉറങ്ങി എഴുന്നേറ്റ് കൊണ്ട് നമസ്കരിക്കുമ്പോൾ 10 മടങ്ങ് പ്രതിഫലം അതിനുണ്ട്. ആ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നമസ്കാരത്തെ കുറിച്ച് കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആരാധനാ കർമ്മങ്ങളിൽ നിങ്ങൾ മുഴുകുക, രാത്രിയുടെ ഒരല്പഭാഗവും അതിനായി ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് പൊങ്ങച്ചത്തിന്റെ മതമല്ല, ആളുകൾക്കിടയിൽ ആളാവാനുള്ള മതമല്ല. അത് മനസ്സറിഞ്ഞ് നമ്മൾ നിർവഹിക്കേണ്ടുന്ന പുണ്യകർമ്മങ്ങളുടെ മതമാണ്. പ്രിയപ്പെട്ടവരെ, റമദാൻ നമുക്ക് നൽകിയ ഈ പ്രചോദനം ജീവിതാന്തം വരെ തുറന്നു കൊണ്ടുപോകാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.